ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി തേഴ്സ്ഡേ. അപ്പോൾ എനിക്കൊരു 4 days ഓഫാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ പുറമൊക്കെ ദുബായിൽ വില്ലേജ് ക്ലീൻ ചെയ്യാനായിട്ട് ആൾ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളും നമ്മളുടെ ആ ചെടി വെച്ച സ്ഥലങ്ങളൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഞാനിവിടെ അവർ വരുമ്പോൾ അവരെ കൊണ്ട് വെള്ളമൊക്കെ അടുപ്പിച്ച് നോക്കി. അവർ ഇത്രയും ഫോഴ്സുള്ള വെള്ളത്തിൽ നമ്മുടെ ചെടീനെ കട്ടയായിട്ട് അങ്ങ് ഒഴിക്കുമ്പോൾ നമ്മുടെ ചെടിയൊക്കെ പോകും കേട്ടോ. ആൾ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. എനിക്ക് ചെറുപ്പത്തിലൊക്കെ വെള്ളത്തിൽ കളിക്കാൻ അടിപൊളിയായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമല്ലാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടോ? അപ്പം നമ്മൾ തന്നെ വെള്ളമൊക്കെ ഓൺ ചെയ്തെടുത്തു. ഇനി നമ്മളത് ഓഫാക്കി വെച്ച് നമുക്ക് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം. നമുക്കിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്, നമ്മുടെ എല്ലും കപ്പ കേട്ടോ. അപ്പോൾ ഇനി എനിക്കങ്ങ് കണ്ടിന്യൂസ്ലി 4 ദിവസത്തെ ഓഫാണ്. അപ്പോൾ ചെടിക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പെല്ലാം മാറി തുടങ്ങി, ചൂട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇനി ചെടി നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ചെടിയെല്ലാം പോകും കേട്ടോ. അപ്പോൾ അതേ കാപ്പിപ്പൊടി ചെടിക്ക് വളമായിട്ട് കാപ്പിപ്പൊടി ഇടാനുണ്ട്. കാപ്പിപ്പൊടിയുടെ മട്ടാണ് കേട്ടോ ഞാൻ ഈ കറിവേപ്പിലേക്കൊക്കെ ഇടുന്നത്. അപ്പോൾ 2 കറിവേപ്പിലേനെ ഇനി മാറ്റി മണ്ണിലോട്ടൊക്കെ നടണം. അപ്പോൾ ചെടികൾക്കൊക്കെ തോരന് വെള്ളം നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം, ചെടി ക്ലൈമറ്റ് മാറുന്നത് കൊണ്ട് തന്നെ ചെടിക്കൊക്കെ ഒരു ക്ഷീണമുണ്ട്. ഇത്ര നാളും ഒരു നേരമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു, തണുപ്പുണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെയല്ല. ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ഹെവി വർക്കാണ്. ചെടീനെയൊക്കെ നോക്കിയില്ലെങ്കിൽ ചെടിയെല്ലാം കരിഞ്ഞ് വർക്കി പോകും കേട്ടോ. പക്ഷേ ഞാൻ ഈ ചെടീനെയൊക്കെ നോക്കുന്നല്ലാതെ ഇതിൽ നിന്നൊന്നും എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഒരു പച്ചക്കറി നട്ടിരുന്നു, അതിൽ നിന്ന് ഇതുവരെ ഒന്നുമില്ല. പക്ഷേ കറിവേപ്പില മാത്രം അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലും കപ്പ നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ എല്ലും കപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടുക്കിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സ്വന്തം എല്ലും കപ്പ കേട്ടോ. കപ്പയെല്ലൊക്കെ പുഴുങ്ങി, ഈ എല്ലും കപ്പയ്ക്ക് പലതരത്തിലുള്ള പേരുണ്ട്. അപ്പോൾ എല്ലും കപ്പ ഉണ്ടാക്കാൻ എല്ലാവർക്കുമായിട്ട് അറിയാം. പല രീതിയിൽ പല ഫ്ലേവറുകളിൽ എല്ലാവരും ഉണ്ടാക്കും. അപ്പോൾ എല്ലും കപ്പ ഉണ്ടാക്കിയൊക്കെ ശേഷം എല്ലും കപ്പയ്ക്ക് രുചി കൂടാനായിട്ട് നമ്മളൊരു ടിപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കിങ്ങനെ ഉണ്ടാക്കി തന്നപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എല്ലും കപ്പ നമ്മൾ സാധാരണ ഉണ്ടാക്കി നമ്മൾ കഴിക്കുവാണ്. അപ്പോൾ അത് ഇതുപോലെ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട്, വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് താളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലും കപ്പ അത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യാറില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്ന് മുളകൊക്കെ പൊട്ടിച്ചിട്ട് നോക്കിയപ്പം നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും ഞങ്ങൾ തൊടുപുഴക്കാരൻ അങ്ങനെ ഇതങ്ങനെ ചെയ്യാറില്ല. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സ്വന്തം എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പം ഹാപ്പി തേഴ്സ്ഡേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുകൊണ്ട് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.